ഹണി റോസും ബേബി ചെമ്മണ്ണൂരും തമ്മിലുള്ള പ്രശ്നമാണ് ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചൂടുള്ള ചർച്ച എന്ന് വേണം പറയാൻ. അധിക്ഷേപ പരാമർശത്തിനെതിരെ ഹണി റോസ് നൽകിയ പരാതി പ്രകാരം അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂർ നിലവിൽ കാക്കനാട് ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. ബോബി ചെമ്മണ്ണൂരിനെതിരെ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപ കമന്റുകളിട്ട് മറ്റ് നിരവധി പേർക്കെതിരെയും ഹണി റോസ് പരാതി നൽകിയിട്ടുണ്ട്. ഹണിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദങ്ങൾ നടക്കുന്നുണ്ട്. രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ ഹണിയുടെ വസ്ത്രധാരണത്തിലാണ് പ്രശ്നം കാണുന്നത്. അതിനിടെ വിവാദത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണൻ. റോബിൻ പറയുന്നത് ഇങ്ങനെ: ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി ആരെയും എന്തും സോഷ്യൽ മീഡിയ വഴി പറയാം എന്നൊരു ധാരണയുണ്ട്. അത് അനുവദിക്കാൻ പാടില്ല. ഇക്കാര്യത്തിൽ സർക്കാർ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് റോബിൻ പറയുന്നുണ്ട്. ആരോഗ്യപരമായ വിമർശനങ്ങൾ നല്ലതാണ്, എന്നാൽ നെഗറ്റീവ് കമന്റുകൾ ഇടുന്നവരിനെയും ചീത്ത വിളിക്കുന്നതിനെയുമെല്ലാം നിയന്ത്രിക്കണം. ദുബായിൽ നടക്കില്ല, അതുപോലെ നമ്മുടെ നാട്ടിലും നടക്കണം. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ MVD പൊക്കുന്നത് പോലെയുള്ള നിയന്ത്രണം സോഷ്യൽ മീഡിയയിലും വേണം എന്നാണ് റോബിൻ പറയുന്നത്. വലിപ്പച്ചെറുപ്പമില്ലാതെ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് റോബിൻ പ്രതികരിച്ചിരിക്കുകയാണ്. ഇതൊരു മുന്നറിയിപ്പാണ്. ഇതുപോലെ ഇനി ആര് എന്ത് ചെയ്താലും അവർക്കും ഇതുപോലെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. തനിക്കെതിരെ വന്ന ആക്രമണങ്ങൾക്കെതിരെ കേസിന് പോയില്ല. പോയാലും എത്ര പേർക്കെതിരെ പോകും? ഇപ്പോ ഒരു തുടക്കമായില്ലേ, അത് തന്നെ ഭാഗ്യം. ഇനി കമന്റ് ചെയ്യുന്നവർ ഉറപ്പായും ശ്രദ്ധിക്കും എന്നും റോബിൻ പറയുന്നുണ്ട്. ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാം. എനിക്ക് ആ മനുഷ്യനെ പിടിച്ചുകൊണ്ടു പോകുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നി. കാരണം അനാവശ്യമായ കാര്യമായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടിട്ടല്ലേ ഇതുപോലെ വന്നത്. എല്ലാം മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ശ്രദ്ധിച്ചൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. അത് താൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ഫേക്ക് ഐഡികൾ ഇല്ലാതാക്കാൻ ആധാർ കാർഡൊക്കെ ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സംവിധാനം വേണം. എങ്കിൽ ഇതൊക്കെ നിയന്ത്രിക്കാനാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ സൈബർ സെൽ വിചാരിക്കണം എന്നും റോബിൻ വ്യക്തമാക്കിയിട്ടുണ്ട്.